കമ്മിറ്റി മെമ്പറെ ഉമർ ഫൈസി മുക്കം ഇന്നലെ മലപ്പുറത്ത് അതാരാ? എനിക്കങ്ങനെ ഒരാൾ അറിഞ്ഞൂടാ. ഓക്കെ, എന്താണ് സലാം സാഹിബേ, എന്തൊരു അഹങ്കാരമാണ്. എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത്? മുക്കം ഉമർ ഫൈസിയെ അറിയാത്ത കേരളത്തിലെ രാഷ്ട്രീയ മത സാംസ്കാരിക നേതാക്കന്മാരൊക്കെ ഉണ്ടോ? തിരക്കുള്ള നിങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപോ അല്ലെങ്കിൽ നെതന്യാഹുവോ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിലുള്ള വലിയ രാജാക്കന്മാർക്കൊക്കെ ചിലപ്പോൾ ഉമർ ഫൈസി മുക്കത്തിന് അറിയുന്നുണ്ടാവില്ല. നേരെ മറിച്ച് ഈ കേരളത്തിൽ ഉമർ ഫൈസി മുക്കത്ത് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ നുണ പറയുന്നത്? അയാളുടെ ആശയത്തോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ ഞാനത് ആലോചിക്കട്ടെ, ഞാനത് കേട്ടിട്ടില്ല എന്ന് പറയാം. ഉമർ ഫൈസി മുക്കം ആരാണെന്ന് ചോദിക്കണം നിങ്ങൾ അഹങ്കാരം ഈ നോണയും. നോക്കൂ, നേതൃത്വം എങ്ങനെയാണെങ്കിൽ തന്നെ പിന്നെ അണികൾ ഈ പറഞ്ഞ നോണയും തെറിവിളിയും നടത്തുന്നതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തപ്പോൾ നിങ്ങളൊക്കെ ലക്ഷ്യം വെക്കണമെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പം നേരെ മറിച്ച് PMA സലാം സാഹിബിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ K സുരേന്ദ്രൻ അറിയോ BJPൻ്റെ എന്ന് ചോദിച്ചാൽ ആറി, അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ളനെ അറിയോച്ചാൽ ആറി, O രാജഗോപാലിനെ അറിയോച്ചാൽ ആറി, ഇങ്ങനെ തുടങ്ങി രാജീവ് ചന്ദ്രശേഖരനെ ചോദിച്ചാൽ അറിയും. എന്തേലും പറഞ്ഞത് പോലെ നമ്മളെ കുടുംബക്കാരാണ് കൂട്ടക്കാരാണ് എന്നുള്ള കോലത്തിൽ നിങ്ങൾ ആരും അറിയില്ല എന്ന് പറയില്ലല്ലോ. ഇനിയിപ്പോൾ നമുക്ക് PMA സലാം സാഹിബിനോട് പറയാം, സലാം സാഹിബ് ആരായി ഉമർ ഫൈസി മുക്കം? നിങ്ങൾക്ക് തീരെ അറിയാത്തതുകൊണ്ട് പറയട്ടോ. അതായത് നിങ്ങളുടെ സമുന്നതനായ നേതാവ്, നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളും അതേപോലെ തന്നെ മറ്റു തങ്ങന്മാരുമൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത എന്ന് പറയുന്ന, നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന നിങ്ങൾ സെക്രട്ടറി ആയിരിക്കുന്ന ആ പാർട്ടി ഏറ്റവും കൂടുതൽ സമുദായ സംഘടനയിൽ നിന്ന്, അതായത് സമസ്ത എന്ന് പറയുന്ന സമുദായ സംഘടനയാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. ആ സംഘടനയുടെ സമുന്നതനായ ഒരു പണ്ഡിതനാണ്, പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ് മുക്കം ഉമർ ഫൈസി എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. കാരണം നിങ്ങൾക്ക് അഹങ്കാരം തലക്ക് പിടിച്ചിട്ടേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെന്തെങ്കിലും മറവിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിച്ചളി. പക്ഷേ നിങ്ങളതൊന്നുമല്ല, ഒരു അഹങ്കാരത്തിൻ്റെ, ഒരു നുണ പറച്ചിലിൻ്റെ അത്തരം സിസ്റ്റം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ആ നടന്നു നീങ്ങിയപ്പോൾ സംഗതി നിങ്ങളെ സപ്പോർട്ട് ചെയ്യണേ, അതായത് നിങ്ങളെ രാഷ്ട്രീയത്തിൽ തരിപ്പ് പോയ കുറച്ച് ആൾക്കാരെ നന്നായി എന്നൊക്കെ ഓർക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ പൊതുസമൂഹങ്ങളെ വിലയിരുത്തുന്നത് പറ്റ മോശാട്ടോ, പറ്റ ബോറായിപ്പോയി. അതും ഉമർ ഫൈസി മുക്കത്തിന് അറിയില്ല എന്ന് പറയുന്നതോട് കൂടി നിങ്ങൾ എവിടെ എത്തി എന്നുള്ള നിങ്ങളുടെ ഒരു അഹങ്കാര മനോഭാവത്തെയാണ് ആ വീഡിയോയിലൂടെ പൊതുജനങ്ങൾ എല്ലാവരും നോക്കിക്കണ്ടത്. ഉമർ ഫൈസി നിലപാടുകളിലെ കൃത്യതയുള്ള ഒരു വ്യക്തിത്വമാണ്. വളർന്നു വരുന്ന സംഘാടകർക്ക് എന്നും ഒരു റോൾ മോഡലായി സ്വീകരിക്കാവുന്ന സംഘാടക പ്രതിഭയും പണ്ഡിത പ്രതിഭയുമാണ് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി. SKSSFിനെ സംബന്ധിച്ചിടത്തോളം, SYSനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളർന്നു വരുന്ന തലമുറക്ക് നിലപാടുകളിൽ കൃത്യതയുള്ള പണ്ഡിതനെ അന്വേഷിക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമർ ഫൈസിയിൽ നമ്മൾ കൃത്യമായും കണ്ടെത്താൻ സാധിക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ. അത് സ്വാഭാവികത മാത്രമാണ്. ഒന്നും പ്രതികരിക്കാത്ത, ഇടപെടലുകൾ നടത്താത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘാടക മികവിലല്ല നമ്മൾ കാണുന്നത്, മറിച്ച് സ്വാത്വികതയുടെ തലത്തിൽ പ്രവർത്തിക്കുന്നവർക്കൊഴികെ ബാക്കിയുള്ള പലരും ഒരു നിലപാടും പറയാതെ അല്ലെങ്കിൽ അങ്ങുമിങ്ങും ബാലൻസ് ഒപ്പിച്ചുകൊണ്ട് പറഞ്ഞ് ആരെയും തൃപ്തിപ്പെടുത്തുക എന്നത് നട്ടലുള്ള നിലപാടല്ല. പക്ഷേ ചിലതൊക്കെ ആരെങ്കിലും അതൃപ്തിപ്പെടുത്തിയാലും പറയാനുള്ളവ കൃത്യമായി കൊണ്ട് പറയുന്ന നിലപാട് ബഹുമാനപ്പെട്ട ഉമർ ഫൈസിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായി നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട കുഞ്ഞാൽക്കുട്ടി സാഹിബ് നമ്മുടെ വേദിയിൽ ഉമർ ഫൈസിക്ക് അത് എന്തുകൊണ്ടും യോഗ്യതക്ക് കിട്ടിയൊരു അംഗീകാരം തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരുപക്ഷെ ചിലപ്പോൾ ഉമർ ഫൈസിയുടെ നിലപാടുകൾ വിമർശനാത്മകമാണെങ്കിൽ പോലും അദ്ദേഹം കലവറയില്ലാത്ത, പിശുക്കില്ലാത്ത, അതോടൊപ്പം തന്നെ മനസ്സിൽ മറ്റൊന്നും സൂക്ഷിക്കാത്ത, എല്ലാം തുറന്നു പറയുന്ന പ്രകൃതമാണ്. അതുകൊണ്ട് തന്നെ പല പ്രസ്താവനകളും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം അതിൻ്റെ മുടിനാരി ഇഴകീറി ബോധ്യപ്പെടുത്തുമ്പോൾ കാര്യങ്ങൾ അത് ബോധ്യപ്പെടാറുണ്ട്. അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പക്ഷത്തേക്കല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ നാടുമായി ബന്ധപ്പെട്ടവർക്കറിയാം അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ നിലപാടും തന്നെയാണ്. പക്ഷെ സംസ്ഥയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് കൃത്യമായി ചില അഭിപ്രായം അദ്ദേഹം പറയാറുണ്ടെങ്കിലും അത് ചിലർക്ക് വിമർശനാത്മകമായി തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും
അദ്ദേഹത്തിൻ്റെ ആ നിലപാട് എന്താണെന്ന് കൃത്യമായി അറിയുന്നവർക്കെല്ലാം അദ്ദേഹത്തിൻ്റെ മതവീക്ഷണവും രാഷ്ട്രീയ വീക്ഷണവും മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാടിലും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിലും ആത്മീയമായ വലിയൊരു തലത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്തറിയുന്ന ആളുകൾക്കറിയാം. ജാമിയ നൂരിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം സനത് വാങ്ങുമ്പോൾ ആ സമ്മേളനത്തിൽ 1ാം റാങ്കോട് കൂടിയാണ്. ബഹുമാനപ്പെട്ട MT ഉസ്താദൊക്കെയുള്ള ബാച്ചാണ്.